ലയാരി ഗ്യാങ് എത്രത്തോളം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. പിന്നെ അതുകൂടാതെ ഇല്യാസ് കാശ്മീരി, ഈ സിനിമയിൽ മേജർ ഇക്ബാൽ എന്നുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ ഒരു റിയൽ ക്യാരക്ടറാണ്. അതുകൂടാതെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബിൻ്റെയൊക്കെ ടോപ്പ് കമാൻഡേഴ്സ് അടുത്ത കാലത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടിരുന്നു. അജ്ഞാതൻ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾക്ക് ഇൻവോൾവ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം റിയൽ ഫാക്ട്സ് തന്നെയാണെന്നുള്ളതാണ് ഒരു കാര്യം. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റായിട്ട് ഫാക്ട്സ് ചെക്ക് ചെയ്ത ഓരോ ഇവൻറ്റ്സും കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഡോൺ ടേൺഡ് പൊളിറ്റീഷ്യൻ 2023 കൊല്ലപ്പെടുന്നതും അയാൾ എത്രത്തോളം പാകിസ്ഥാന് വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഇത്തരം റിയലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് സിനിമയാകുമ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹീറോയിസൊക്കെ കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതാരും കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റ്സും മറ്റ് സീക്വൻസസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.